Good morning all. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ന്യൂസ് എടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ, നാബ് വരെയാണ് അല്ലെ പറഞ്ഞത് അല്ലേ? നാബ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ? കംപ്ലീറ്റ് ചെയ്ത് മീൻസ് നാബ് നമ്മുടെ ഹോസ്പിറ്റലിനെ രണ്ടായി തിരിക്കുന്നുണ്ട് അല്ലെ? ഡിവിഷൻ ചെയ്യുന്നുണ്ട്. SHCO, HCO അല്ലെ? എന്താണ് 50 ബെഡ്സിൽ താഴെയുള്ളതിൽ ആ ഒരു ഹോസ്പിറ്റലിനെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് പറയുന്നു? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയി തിരിക്കുന്നു. 50 ബെഡ്സിൽ കൂടുതലാണെങ്കിൽ HCO അല്ലെ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയി തിരിക്കുന്നു അല്ലെ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നാബിന്റെ ആ ഒരു സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റൽ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി, ക്രമീകരിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ എന്താണ് ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ആരാണ് ഉൾപ്പെടുന്നത്? ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസിൽ നിന്നുള്ള പ്രത്യേക വ്യക്തികൾ അല്ലെ? എന്താണ് ബഹുമാനിക്കപ്പെടുന്ന എസ്റ്റീമഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ആ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ നാബിന്റെ സ്റ്റാൻഡേർഡ്സിൽ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സുകൾ എന്താണ് പരിഗണിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റ് കാലാകാലങ്ങളായി വർഷങ്ങളായി നിലനിർത്തുന്ന ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്, ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിലാണ് നാബിന്റെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡുകൾ പരിഗണിക്കുന്നത്. ഓക്കെ ആണോ? അത്രയാണ് മിസ് എടുത്തത്. നെക്സ്റ്റ് എടുക്കാം അല്ലെ? തുടങ്ങാലോ, നമുക്ക് ക്ലാസ് തുടങ്ങാലോ? നെക്സ്റ്റ് പറയുന്നത് മെയിൻ നാബ് ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ് ഹാസ് 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. നാബിന്റെ ഗൈഡ് ബുക്കില് അതല്ലെങ്കിൽ നാബിന്റെ സ്റ്റാൻഡേർഡ്സുകളില് 10 ചാപ്റ്ററും 100 സ്റ്റാൻഡേർഡുകളും 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളുമാണ് ഉൾക്കൊള്ളുന്നത്. ഇതാണ് നാബിന്റെ ഗൈഡ് ബുക്കിൽ അല്ലെ? അല്ലെങ്കിൽ നാബിന്റെ സ്റ്റാൻഡേർഡുകളില് 10 ചാപ്റ്റേഴ്സും 100 സ്റ്റാൻഡേർഡുകളും 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഉള്ളത്. അതിൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ്സ് റെഫേഴ്സ് ടു എ സെറ്റ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദി പെർഫോമൻസ് അല്ലെ? എന്താണ് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ അതില് ആ ഒരു പെർഫോമൻസ് ഉണ്ട് അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ പ്രകടനം ഉണ്ട്. പ്രകടനം എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിന്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഹോസ്പിറ്റലിൽ നടക്കുന്ന പെർഫോമൻസ്? എന്താണ്? ഒരുപാട് പ്രകടനങ്ങൾ, ഒരുപാട് പെർഫോമൻസുകൾ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് അല്ലെ? ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് അല്ലെ? ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഫാർമസി സർവീസുകൾ കൊടുക്കുന്നുണ്ട്, ഡയറ്ററി, അനസ്തേഷ്യ ആണോ? ഒരുപാട് പെർഫോമൻസുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അപ്പൊ ആ ഒരു പെർഫോമൻസിന്റെ ആ ഒരു പ്രകടനത്തിനായുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ, ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ പെർഫോമൻസ് മിസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? എന്താണ്? ക്രിട്ടിക്കൽ കെയർ കൊടുക്കുക, ഓപ്പറേഷൻ, അനസ്തേഷ്യ, ഫാർമസി സർവീസ്, ഡയറ്ററി സർവീസ്, അങ്ങനെ ഒരുപാട്. അങ്ങനെയുള്ള ആ ഒരു പെർഫോമൻസ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? രോഗിയുടെ അസുഖം മാറ്റാം അല്ലെ? രോഗിക്ക് നല്ലൊരു വെൽബീയിങ്സ് ലഭിക്കുക അല്ലെ? നല്ലൊരു ഹെൽത്ത് പ്രാധാന്യം ചെയ്യുക, അതാണോ? അപ്പൊ ആ ഒരു പെർഫോമൻസിന്റെ ഒരു നിശ്ചിത ലക്ഷ്യത്തെയാണ് ആ ഒരു പെർഫോമൻസ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം കൊണ്ട് അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത്, ആ ഒരു ലക്ഷ്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ക്വാളിറ്റി കെയറും ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകാർ ഫോളോ ചെയ്യുന്ന മാനദണ്ഡങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിനും
ക്വാളിറ്റി കെയർ അല്ലെ, ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റല് ഫോളോ ചെയ്യുന്ന മാനദണ്ഡങ്ങളെയാണ് എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് 600 നെക്സ്റ്റ് പറയുന്നത് എലമെന്റ്സ് പറഞ്ഞു അല്ലെ, 651 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ എലമെന്റ്സ് എന്താണ്? എലമെന്റ്സ് കംസ് അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ്. ഈ എലമെന്റ്സ് നമ്മുടെ സ്റ്റാൻഡേർഡിന് അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് ആർ യൂസ്ഡ് ടു ഒബ്സർവ്. എന്താണ് ആ ഒരു പെർഫോമൻസ് എത്രത്തോളം നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നതിനുള്ള അല്ലെ, നിരീക്ഷിക്കുന്നതിനുള്ള ഒരു അളവ് അല്ലെങ്കിൽ ഒരു മെഷറിനുള്ള ഒരു അളവുകോലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആ ഒരു പെർഫോമൻസ് അല്ലെ, അവർക്ക് എത്രത്തോളം നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് അവർക്ക് എത്രത്തോളം നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ അളക്കുന്നതിനുള്ള, മെഷർ ചെയ്യുന്നതിനുള്ള ആ ഒരു അളവുകോലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുകയാണ്. ആ ഒരു അനസ്തേഷ്യ എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ എന്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് അല്ലെ. ആ ഒരു അനസ്തേഷ്യ ശരിയായിട്ടുള്ള ഡോസിലാണോ കൊടുത്തത് അല്ലെ, ആ അനസ്തേഷ്യ കൊണ്ട് ആ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ വന്നിട്ടുണ്ടോ അല്ലെ, കറക്റ്റ് ഡോസേജിലാണോ കൊടുത്തത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നില്ലേ? ആണോ? ആണോ? ആണ്. അപ്പൊ ആ ഒരു അനസ്തേഷ്യ, ആ ഒരു പെർഫോമൻസ് മികച്ച രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അളക്കുന്ന, മെഷർ ചെയ്യുന്ന ആ ഒരു അളവുകോലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ നമ്മൾ 4 കാറ്റഗറി ആയി തിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് അതാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നോക്കിയേ, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 1 or 2 are in core category which are necessarily judged during each assessment. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്, എന്താണ് ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. ആണോ? ഒരു ഹോസ്പിറ്റലില് അവരുടെ പെർഫോമൻസുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തുടർച്ചയായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, എവിടെയെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ അല്ലെ, എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടോ, ലൂപ്പ് ഹോൾസുകൾ ഉണ്ടോ അല്ലെ. അപ്പൊ എന്താണ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 102 എണ്ണം കോർ കാറ്റഗറിയാണ്. ഇതെന്താണ് പറയുന്നത്, വിച്ച് ആർ നെസസറിലി ജഡ്ജഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴൊക്കെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഓരോ ഇവാലുവേഷൻ പ്രോസസ്സിലും നമ്മൾ അസസ് ചെയ്യേണ്ട ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് പല രീതിയിൽ എക്സാം എടുക്കുന്നുണ്ടല്ലോ, പല രീതിയിൽ മീൻസ് നിങ്ങൾക്ക് എന്താണ്ട് ഓരോ ദിവസം ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? ഉണ്ടോ? മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ അസസ്മെന്റിന് എപ്പോഴൊക്കെ നിങ്ങൾ അസസ് ചെയ്യുന്നുണ്ടോ അപ്പോഴേക്ക്, അതായത് ഈ ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എപ്പോഴൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നുണ്ടോ, വിലയിരുത്തുന്നുണ്ടോ, അപ്പോഴെല്ലാം നമ്മൾ എന്താണ് നിർബന്ധമായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ട ഫാക്ടേഴ്സിനെയാണ് കോർ കാറ്റഗറിയിൽ പെടുത്തുന്നത്. അത് എത്രണ്ണാണ്? 102 എണ്ണം ആണ്. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് 459 are in commitment category which will be judged during final assessment അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഓരോ, ഇപ്പൊ മിസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഉണ്ട് അല്ലെ, ഫൈനൽ അസസ്മെന്റ് ഉണ്ടോ?
അപ്പൊ ആ ഒരു ഫൈനൽ അസസ്മെന്റിന്റെ സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ എന്താണ്, ആ ഒരു നാബിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിൽ നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അതെന്താണ്, 459 ആണ്. ഓക്കെ ആണോ? ലാസ്റ്റ് ഫൈനൽ സ്റ്റേജില് അല്ലെ വിലയിരുത്തേണ്ട ആ ഒരു ഫാക്ടേഴ്സിനെയാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് 60R achievement category which will be estimated during surveillance assistant. അല്ലെ എന്താണ്, നമ്മുടെ 60 എണ്ണം എന്താണ്, അച്ചീവ്മെന്റ് കാറ്റഗറി ആണ്. അത് എപ്പോഴാണ് നമ്മൾ വിലയിരുത്തേണ്ടത്, നിരീക്ഷണ സമയത്ത് അല്ലെ. നമ്മ ആ ഒരു പ്രകടനങ്ങള് വിലയിരുത്തുന്നത് എപ്പോഴാണ്, നിരീക്ഷണ സമയത്ത് അല്ലെ, സർവീലൻസ് നടത്തുന്ന സമയത്ത് നമ്മൾ അസസ് ചെയ്യേണ്ട ഫാക്ടേഴ്സിനെയാണ്, ഘടകങ്ങളെയാണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, 30R in excellence category which will be assessed during re-accreditation. നമ്മുടെ ഹോസ്പിറ്റലില് നാബിന്റെ അക്രഡിറ്റേഷൻ നിലനിൽക്കുന്നത് ആ ഒരു 4 വർഷത്തേക്കാണ് കേട്ടോ. അപ്പൊ ആ ഒരു 3 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റീ അക്രഡിറ്റേഷൻ ഉള്ള പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അതിനു വേണ്ട അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു റീ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ നമ്മൾ വിലയിരുത്തുന്ന ഘടകങ്ങളെയാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഫസ്റ്റത്തെ എന്താണ്, നാലായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് കാറ്റഗറിനെ എലമെന്റ്സിനെ തിരിക്കുന്നത്. ഫസ്റ്റത്തെ കോർ കാറ്റഗറി, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി, മൂന്നാമത്തത് അച്ചീവ്മെന്റ് കാറ്റഗറി, നാലാമത്തത് എക്സലൻസ് കാറ്റഗറി. ഫസ്റ്റത്തത് കോർ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എപ്പോഴൊക്കെ വിലയിരുത്തുന്നുണ്ടോ, ആഴ്ചയിൽ വിലയിരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് വിലയിരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ടോ, അങ്ങനെ ഓരോ ഇവാലുവേഷൻ പ്രോസസ്സിലും നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളെയാണ് കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഫൈനൽ അസസ്മെന്റ് അല്ലെ, ആ ഒരു റീ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ആ ഒരു സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഘടകങ്ങളെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്, കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് അച്ചീവ്മെന്റ് കാറ്റഗറി. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അത് ആ ഒരു പെർഫോമൻസ് നമുക്ക് ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട്, അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു സർവീലൻസ് പ്രോസസ്സിൽ നിരീക്ഷണ സമയത്ത് അസസ് ചെയ്യുന്ന ആ ഒരു ഘടകങ്ങളെയാണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് എന്താണ്, എക്സലൻസ് കാറ്റഗറി അല്ലെ. എന്താണ്, നമ്മ റീ അക്രഡിറ്റേഷൻ പ്രോസസ്സ്, നമുക്ക് 4 വർഷമാണ് അക്രഡിറ്റേഷൻ. ആ ഒരു ഹോസ്പിറ്റലില് നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അക്രഡിറ്റേഷൻ കാലയളവ് 4 വർഷമാണ്. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് റിന്യൂ ചെയ്യണം അല്ലെ. അപ്പൊ ആ ഒരു റീ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ നമ്മൾ വിലയിരുത്തുന്ന ഘടകങ്ങളെയാണ് എന്ത് പറയുന്നത്, എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാം? ബാക്കി എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് നാബ് സ്റ്റാൻഡേർഡ്സ് അല്ലെ. നാബ് സ്റ്റാൻഡേർഡ്സ് നോക്കിയേ, മിസ് പറഞ്ഞു എന്താണ്, 2 തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ. എന്താണ്, ഫിഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകളുണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്, അതായത് ഹോസ്പിറ്റൽ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകളുമാണ് വരുന്നത്. അതില് ഫസ്റ്റ് നമുക്ക് അതില് പ്രധാനപ്പെട്ട ഒരു 10 എണ്ണം, 5 എണ്ണം ഫിഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകളും 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകളുമാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഫിഷ്യൻ സെന്റേർഡ് സ്റ്റാൻഡേർഡില് ഏറ്റവും ആദ്യം വരുന്നത് എന്താണ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന അസസ് ചെയ്യുന്ന ആ ഒരു കെയർ അതെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്ന കെയർ എങ്ങനെയായിരിക്കണം, നല്ല ക്വാളിറ്റി ഉള്ള, നമ്മുടെ സുരക്ഷിതത്വം അല്ലെ, പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു കെയർ ആയിരിക്കണോ ലഭിക്കേണ്ടത്, ആണോ? അപ്പൊ ആ ഒരു കെയർ പരിചരണത്തില് ആരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, പേഷ്യൻസിനെയാണോ?
നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റുകളില് അല്ലെങ്കിൽ നമുക്ക് തരുന്ന കെയേഴ്സിലോ ആരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള കെയേഴ്സ് ആണ് അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നത്. രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണങ്ങളല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അസസ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പരിചരണം. നെക്സ്റ്റ് പറയുന്നത് അസസ്മെന്റ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി, ഒരുപാട് ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ, നഴ്സുമാരുടെ സേവനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അസസ്മെന്റ് നടത്താറുണ്ടോ? വിലയിരുത്താറുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ മൊത്തത്തിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അല്ലെ? നല്ല ഫെസിലിറ്റീസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സിന്റെ സേവനങ്ങളാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്? അത് അസസ് ചെയ്യാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് അസസ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ എൻ്റർ ചെയ്ത് റിസപ്ഷനിൽ ചെന്ന് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫാർമസിയിൽ ചെന്ന് മരുന്നുകൾ വാങ്ങി തിരിച്ചു പോരുന്നത് വരെ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കി നമ്മൾ ലാസ്റ്റ് അവിടെ നിന്ന് എക്സിറ്റ് ആകുന്നത് വരെയുള്ള കെയർസ് എങ്ങനെയായിരിക്കണം? തുടർച്ചയായിട്ടുള്ള അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കെയർ അല്ലേ നമുക്ക് ലഭിക്കേണ്ടത്. എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആവാൻ പാടുണ്ടോ? ബ്രേക്ക് ആവാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? രോഗികൾക്ക് നൽകുന്ന പരിചരണത്തിൽ എന്ത് വേണം? ഒരു തുടർച്ച അല്ലെ, ഒരു കണ്ടിന്യൂറ്റി വേണം. അതാണ് AAC or assessment and continuity of care. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ഇപ്പൊ നമ്മ രജിസ്ട്രേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് എവിടെയാ പോകുന്നത്? ഡോക്ടേഴ്സിന്റെ OP റൂമിന്റെ വെയിറ്റിംഗ് ഏരിയസിൽ പോകും അല്ലെ. വെയിറ്റിംഗ് ഏരിയ പോയി നമ്മുടെ ടോക്കൺ നമ്പർ ആവുമ്പോൾ നമ്മുടെ ഡോക്ടറെ അടുത്ത് പോയി ഇങ്ങോട്ട് ഡോക്ടറോട് നമ്മുടെ അസുഖ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? മരുന്ന് എഴുതിത്തരും അല്ലെ, അല്ലെങ്കിൽ ടെസ്റ്റുകൾ എഴുതിത്തരും. ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പിന്നെ ഫാർമസി ചെന്ന് മരുന്ന് വാങ്ങി പോരാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? നമുക്ക് കിട്ടുന്ന കെയറിൽ ഒരു കണ്ടിന്യൂവേഷൻ വേണം അല്ലെ, കണ്ടിന്യൂറ്റി വേണം. ഓക്കെ ആണോ? അതൊക്കെ എന്താണ്? രോഗി കേന്ദ്രീകൃതമായിട്ടുള്ളതാണ് അല്ലെ ഈ കണ്ടിന്യൂവേഷൻ. അസസ്മെന്റ്, അസസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് കെയർ ഓഫ് പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിന് ലഭിക്കുന്ന പരിചരണങ്ങള്, അവിടെ ആരെയാണ് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തില് കൂടുതൽ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഡോക്ടറെയാണോ? നഴ്സുമാരെയാണോ? ആരെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്? രോഗിയെയാണ് അല്ലെ. രോഗിയുടെ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ കെയർസ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? രോഗിയല്ലേ. പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഗുഡ് ക്വാളിറ്റി കെയർസുമാണ് അല്ലെ രോഗിക്ക് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കെയർ ഓഫ് പേഷ്യൻസ്, COP. നിങ്ങൾക്ക് ഇതിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞ ആ ഒരു എലമെന്റ്സുകളില് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ എത്ര എണ്ണം കോർ കാറ്റഗറി വരുന്നുണ്ട്, എത്ര എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറി വരുന്നുണ്ട് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്? അതിലെ AAC സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, അല്ലെങ്കിൽ COP സ്റ്റാൻഡ്സ് എന്താണെന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കി വെക്കാം. നെക്സ്റ്റ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻസ് അല്ലെ, MOM. എന്താണ് നമുക്ക് ലഭിക്കുന്ന, നമുക്ക് തരുന്ന മെഡിക്കേഷൻസ് എങ്ങനെയായിരിക്കണം? എറേഴ്സ് വരാൻ പാടുണ്ടോ? തെറ്റുകൾ വരാൻ പാടുണ്ടോ? ഡോസ് കൂടുതൽ തരാൻ പാടുണ്ടോ? കറക്റ്റ് ആയിട്ടുള്ള അല്ലെ. നമ്മ ഫാർമസി പഠിച്ചു, കറക്റ്റ് മെഡിസിൻ കറക്റ്റ് ടൈമിൽ അല്ലെ, റൈറ്റ് മെഡിസിൻ റൈറ്റ് ടൈമില് റൈറ്റ് ഡോസിൽ തരാം അല്ലെ. ഓർമ്മയുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്താണ്? നമുക്ക് രോഗികൾക്ക് ശരിയായ മരുന്നുകൾ ശരിയായ സമയത്ത് ശരിയായ അളവിൽ നൽകുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ, PRE. നമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും റൈറ്റ്സുകൾ ഉണ്ടോ, അവകാശങ്ങൾ ഉണ്ടോ? ഹോസ്പിറ്റലിൽ ഉണ്ടോ? ഉണ്ട് അല്ലെ. നല്ല ട്രീറ്റ്മെന്റ് കിട്ടണം, നല്ല സർവീസ് കിട്ടണം, നല്ല ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ലഭിക്കണം അല്ലെ. അതൊക്കെ നമ്മുടെ റൈറ്റ്സ് ആണ് അല്ലെ, നമ്മുടെ അവകാശങ്ങളാണ് അല്ലെ. കൂടാതെ നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് തരുന്ന മരുന്നുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുന്ന ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് അവരൊരു എഡ്യൂക്കേഷൻ തരണ്ടേ, വേണ്ടേ? അപ്പൊ അതൊക്കെ എന്താ? അപ്പൊ അതാണ് 4ാമത്തെ സ്റ്റാൻഡേർഡ്. എന്താണ്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് പറയുന്നത്
ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, HIC. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത്? പേഷ്യൻസിനെ ബാധിക്കില്ലേ? അത് അവരെ ആരോഗ്യത്തെ ബാധിക്കില്ലേ? അപ്പൊ അതൊക്കെ എന്താണ്? പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് അല്ലെ. അപ്പൊ ഈ 5 എണ്ണമാണ് കേട്ടോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഏതാണ് ഫസ്റ്റത്തത്? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഓഫ് പേഷ്യൻസ്, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻസ്, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അപ്പൊ ഇവിടേക്ക് ആർക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യൻസിനെയാണ് അല്ലെ, ആണോ? അപ്പൊ അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡുകളെ നമ്മൾ എന്ത് പറയുന്നത്? പേഷ്യന്റ് സെന്റേർഡ് അല്ലെങ്കിൽ പേഷ്യന്റ് ഫോക്കസ്ഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. ഇതാരാണ് ചെയ്യേണ്ടത്? പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും പേഷ്യൻസിന് നൽകുന്ന സർവീസുകളിൽ അല്ലെങ്കിൽ കെയർസിലെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് ആരാണ്? പേഷ്യൻസ് ആണോ? പേഷ്യൻസ് ആണോ? ആണോ? അല്ല, മാനേജ്മെന്റ് ആണ് അല്ലെ, ഓർഗനൈസേഷൻ അല്ലേ. പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും ആ ഒരു പേഷ്യൻസിന് നൽകുന്ന ഫെസിലിറ്റീസ്, സർവീസുകള്, ട്രീറ്റ്മെന്റുകള്, കെയർസിന്റെ ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം വർദ്ധിപ്പിക്കേണ്ടതും ആരാണ്? മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ അല്ലേ. അതാണ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. രണ്ടാമത്തത് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് അല്ലെ. എന്താണ്? നമ്മുടെ പേഷ്യൻസിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഓർഗനൈസേഷന്, മാനേജ്മെന്റിന് ഉണ്ടോ? നമ്മ പറഞ്ഞു അല്ലെ, നമ്മുടെ റൈറ്റ്സ് ഉണ്ട്, അതേപോലെ അവർക്ക് എന്തുണ്ട്? നമ്മളോട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ, ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അല്ലെ. നമുക്ക് നല്ല സർവീസുകൾ തരാ അല്ലെ, നല്ല ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ തരാ, ശരിയായ ട്രീറ്റ്മെന്റുകൾ തരാ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM. നെക്സ്റ്റ് പറയുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫെസിലിറ്റീസ് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുകയും കൂടാതെ ആ ഒരു ഫെസിലിറ്റീസ് കൊണ്ട് നമ്മുടെ രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെ, ഒരു റിസ്കുകളും അപകടങ്ങളും ഇല്ലാത്ത രീതിയിൽ അത് സേഫ്റ്റി ഉള്ളതാക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. നിങ്ങൾ പഠിച്ചു അല്ലെ, അപ്പൊ ഒരു ചാപ്റ്റർ ആയിട്ടുണ്ട് 3rd മൊഡ്യൂളിൽ അല്ലേ. രമ്യ മിസ് എടുത്തു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള HRM ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതാരെയാണ്? അത് എവിടെ ഓർഗനൈസേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ആ 4ാമത്തെ സ്റ്റാൻഡേർഡ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലില് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് അവര് പാസ് ചെയ്യണം അല്ലെ. എന്താണ്? ഒരു ആശുപത്രിയുടെ സാമ്പത്തിക, ക്ലിനിക്കൽ, നിയമപരമായിട്ടുള്ള വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, ഇതിനെയാണ് IMS എന്ന് പറയുന്നത്. നമ്മ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു അല്ലെ, രണ്ടൊന്നു തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറയാം. അപ്പൊ അതൊക്കെ എന്താണ്? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകളാണ്. ഓക്കെ ആണോ? ഇതിന് ഡീപ്പായിട്ടില്ല കേട്ടോ, ജസ്റ്റ് ആ ഒരു സ്റ്റാൻഡേർഡുകൾ മാത്രം മനസ്സിലാക്കി വെക്കുക, അതിന്റെ സ്റ്റാൻഡ്സും പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് NAB ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് അല്ലെ. നമുക്ക് NABന്റെ അക്രഡിറ്റേഷന് വേണ്ടി നമ്മൾ ഹാജരാക്കേണ്ട അല്ലെ, നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായി വരുന്ന ഡോക്യുമെന്റേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് മാനുവൽസ് വേണം. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ക്വാളിറ്റി മാനുവൽ, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ മാനുവൽ. These 3 manual must be assessed and revised every year അല്ലെ. എന്താണ്? ഈ 3 മാനുവലും നമ്മുടെ ക്വാളിറ്റി മാനുവല്, സേഫ്റ്റി മാനുവല്, ഇൻഫെക്ഷൻ കൺട്രോൾ മാനുവല്, ഇത് നമ്മ എന്ത് ചെയ്യണം? വിലയിരുത്തുകയും അസസ് ചെയ്യുകയും ഓരോ വർഷം ചെല്ലുമ്പോഴും ഇത് എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് കമ്മിറ്റീസ് അല്ലെ. നമ്മ നെക്സ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റലിലെ കമ്മിറ്റീസ് രൂപീകരിക്കാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള കമ്മിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെ കമ്മിറ്റീസ് ആണ് നമ്മുടെ NABന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലില് ആവശ്യമായിട്ടുള്ളത്? ഫസ്റ്റ് എന്താ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. എന്താണ്?
നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ആ ഒരു ഇൻഫെക്ഷന്റെ റിസ്കുകളും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി വേണം. ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് നൽകുന്ന ഫെസിലിറ്റീസ്, കെയർസ്, ട്രീറ്റ്മെന്റുകൾ, സർവീസുകൾ അല്ലെ, ഇതിന്റെയൊക്കെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി. ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് ആ പേരുകൾ മാത്രം പഠിക്കാനുള്ള. ഏതൊക്കെ കമ്മിറ്റീസ് ആണ് ആവശ്യമുള്ളത്, ഏതൊക്കെ മാനുവൽസ് ആണ് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് ഓരോന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതിയെ. നെക്സ്റ്റ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ, നമ്മൾ ഫാർമസി പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഫാർമസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിനും ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വാങ്ങുന്നതിനും അല്ലെ, നമുക്ക് സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിനും ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ അല്ലെ ഒക്കെ നൽകുന്നതിനുള്ള ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നെക്സ്റ്റ് കോഡ് ബ്ലൂ കമ്മിറ്റി. കോഡ് ബ്ലൂ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലില് കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയറുമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പാക്കുന്ന ഒരു അലേർട്ട് ആണ് അല്ലെ കോഡ് ബ്ലൂ. അപ്പൊ അതിനുള്ള കോഡ് ബ്ലൂ കമ്മിറ്റി. അപ്പൊ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം, അതിലെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കോഡ് ബ്ലൂ കമ്മിറ്റി. നെക്സ്റ്റ് പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി അല്ലെ, എന്താണ് നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ഡോക്ടർമാരെ ബോധവൽക്കരിക്കുക, അതിന് വേണ്ട നയങ്ങൾ പോളിസീസുകൾ ഡെവലപ്പ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി അല്ലെ, എന്താണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ ശരിയായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ സ്ഥാപിക്കുക, എന്താണ് പ്രോപ്പർ കൺസേണോട് കൂടി സ്ഥാപിക്കുക, അതിൽ നമ്മുടെ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ചേർക്കുക അല്ലെ. അപ്പൊ നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും അപ്ലൈനും അല്ലെ രൂപരേഖയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി അല്ലെ, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തുണ്ട്, പരാതികൾ വരാം അല്ലെ, ആണോ, പേഷ്യൻസിന് വരാം, സ്റ്റാഫുകൾക്ക് വരാം അല്ലെ പരാതികള്. അപ്പൊ ആ ഒരു പരാതികളുമായി ബന്ധപ്പെട്ട് ആ ഒരു പരാതികൾ പരിഹരിക്കുന്നതിന് അല്ലെ ഹാൻഡിൽ ചെയ്യുന്നതിനും നമ്മുടെ സ്റ്റാഫുകളുടെ ഡിസിപ്ലിൻ അല്ലെ അത് ശരിയായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. നെക്സ്റ്റ് പറയുന്നത് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. കേട്ടിട്ടുണ്ടോ? വർക്ക് ചെയ്യുന്നവരുണ്ടാരെങ്കിലും മിക്ക നമ്മുടെ ഓഫീസുകളില് കമ്പനികളില്, ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയല്ല മിക്ക ഓഫീസുകളിലും കമ്പനികളിലും എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. അറിയോ ആർക്കെങ്കിലും? അറിയോ? ഇല്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണത്. എന്താണ് നമ്മുടെ ഓഫീസിനുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്താണ് പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ, വേജസ് അല്ലെ, ആണോ, മെയില് ഫീമെയിൽ എന്നുള്ള ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ടോ? വേജസിൽ നമുക്ക് ശരിക്കും എന്താണ് വുമണും നമ്മുടെ അല്ലെ ഫീമെയിലും മെയിലും ഒരേ പൊസിഷൻ ആണെങ്കിലും അവിടെ ആർക്കായിരിക്കും കൂടുതൽ വേജ് കൊടുക്കുന്നത്? മെയിലിനായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിനുള്ളിൽ എന്തെങ്കിലും സെക്ഷൽ ഹരാസ്മെന്റ് നടക്കാം, അപ്പൊ അങ്ങനെ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ അങ്ങനെയുള്ള കംപ്ലൈന്റുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു ഓഫീസിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഓക്കെ ആണോ? ഇതൊക്കെ നമ്മൾ പരസ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കംപ്ലൈന്റ്സുകളാണോ? ഗ്രീവൻസ് ഒക്കെ പോലെ തന്നെ ആണോ? അല്ല അല്ലെ, സീക്രട്ട് ആയിട്ട് അല്ലെ, ആണോ, സെക്ഷൽ ഹരാസ്മെന്റ് അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഓക്കെ ആണോ?
നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നമ്മുടെ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് 32 മാൻഡേറ്റഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് നാബില്. അപ്പൊ അതേതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് അല്ലെ. എന്താണ് നമ്മുടെ IPD അല്ലെ, ഇൻഡോർ പേഷ്യൻസിന് അവർ ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റ്, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി നമ്മൾ ആ ഒരു സെക്ഷനിൽ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വാർഡുകളിലേക്ക് അല്ലെങ്കിൽ റൂംസിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു നഴ്സിംഗ് സെക്ഷനിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ എന്താണ് ഒരു ഇനീഷ്യൽ അസസ്മെന്റ് നടത്താറുണ്ട് അല്ലെ, പ്രാഥമിക വിലയിരുത്തൽ നടത്താറുണ്ടോ, എന്ത് സുഖമായിട്ടാണ് വന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു? ഓക്കെ ആണോ? ഒരുപാട് സമയം എടുക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പൊ ഡോക്ടർ അസസ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലേ നമ്മ വന്നിട്ടുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റിന് ഇൻഡോർ പേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റില് ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു? നെക്സ്റ്റ് പറയുന്നത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അല്ലെ, നമ്മുടെ ആ ഒരു ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തു? നമ്മൾ ഡിസ്ചാർജ് പ്രോസസ് എടുത്തപ്പോ പറഞ്ഞു അല്ലെ, എന്താണ് നമ്മൾ രാവിലെ ഡിസ്ചാർജ് ചെയ്താലും നമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന എപ്പോഴാവും? ഈവനിങ് ഒക്കെ ആവും അല്ലെ, 6:30 7 മണിക്ക് ആവും അല്ലെ. അപ്പൊ ആ ഒരു ഡിസ്ചാർജ് പ്രോസസ് കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തു? നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേയുമായി ബന്ധപ്പെട്ട് എത്ര പ്രഷർ അൾസേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻസിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രഷർ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറേ ദിവസം ചില പേഷ്യൻസ് സ്ട്രോക്ക് വരാ, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോകാം, കിടപ്പായി കഴിയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവരെ സ്കിന്നുകളൊക്കെ പൊട്ടാറുണ്ട് അല്ലെ, ഇൻഫെക്ഷൻ ഒക്കെ വരാറില്ലേ കാലിന്റെ അല്ലെ, ജോയിന്റ്സിന്റെ അവിടെ പുറം അല്ലെ, ആണോ? അപ്പൊ അങ്ങനെ സ്കിന്നിന് ഡാമേജ് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയും. നമ്മൾ ദീർഘകാലം അല്ലെങ്കിൽ കുറെ ദിവസം നമ്മൾ ബെഡിൽ ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ പുറം പൊട്ട, അല്ലെങ്കിൽ കഴുത്തിന്റെ അവിടെ, അല്ലെങ്കിൽ കാലിന്റെ ആ ഒരു ജോയിന്റിന്റെ അവിടെ അല്ലെ, ആ മടക്കുന്ന ഭാഗത്ത് ഒക്കെ പൊട്ടല് വരും അല്ലെ, ഇൻഫെക്ഷൻസ് വരും, ചിലപ്പോ ചുമന്ന് കോളം പോലെ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ബെഡ് സോറുകൾ അല്ലെങ്കിൽ പ്രഷർ അൾസേഴ്സ് എത്ര പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. നമ്മ ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടെസ്റ്റുകൾ അല്ലെ, ആണോ? ലാബ് ടെസ്റ്റുകളൊക്കെയാണ് അല്ലെ, അന്വേഷണങ്ങളാണ് അല്ലെ. അപ്പൊ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെ, ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ 1000 ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ 1000 ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിൽ എത്ര റിപ്പോർട്ടിങ്ങില് നമ്മൾ റിപ്പോർട്ടുകൾ കൊടുക്കുന്നതിൽ എറർ സംഭവിക്കുന്നുണ്ട് അല്ലെ, തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, റോങ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുക, അല്ലെങ്കിൽ പേഷ്യൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത് പേഷ്യൻസിന്റെ ആ ഒരു പേര് മാറിപ്പോവുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എറേഴ്സ് എത്ര എണ്ണം നടന്നിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഈ കാർഡിയാക് അറസ്റ്റ്, നമ്മിപ്പോ കോഡ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞില്ലേ, റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായി പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന അലേർട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് ഫയർ ഉണ്ടായി കഴിഞ്ഞാല് അതെങ്ങനെ അണക്കണമെന്നുമായി ബന്ധപ്പെട്ട് അവർക്ക് മോക്ക് ഡ്രില്ലുകൾ കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ NICU അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് ഒരു കൊച്ചിനെ, ഇൻഫാന്റിനെ മിസ്സായി കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ബന്ധപ്പെട്ട് മോക്ക് ഡ്രില്ലുകൾ കൊടുക്കും അല്ലെ, പരിശീലനങ്ങൾ കൊടുക്കുമല്ലോ. അതല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുറമേ നിന്ന് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും അല്ലെ, ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ബന്ധപ്പെട്ട് പരിശീലനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു മോക്ക് ഡ്രില്ലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എത്ര
പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ നമ്പർ നോക്കുന്നുണ്ട്. ഓക്കെ ആണോ? മോക്ക് ഡ്രില്ലുകളൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ മിസ് എടുക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കേട്ടോ. അതിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ആ ഒരു മോക്ക് ഡ്രില്ല് അവർക്ക് കൊടുത്ത പരിശീലനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ട്, ഓക്കെ ആണോ? ആ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് percentage of adherence to safety precautions by staff working in diagnostic. അല്ലെ, എന്താണ് നമ്മുടെ സ്റ്റാഫുകള് PPE കിറ്റുകള് മാസ്കുകളൊക്കെ ധരിക്കണം എന്ന് പറഞ്ഞു അല്ലെ, സേഫ്റ്റി പ്രിക്കോഷൻസ് ഡയഗ്നോസ്റ്റിക്കിന്റെ സമയത്ത് അല്ലെ, ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത്, പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെ. അപ്പൊ അങ്ങനെ PPE കിറ്റുകൾ ധരിക്കാതെ എത്ര സ്റ്റാഫുകൾ ഈ ഡയഗ്നോസ്റ്റിക് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഓക്കെ ആണോ? HAI പഠിച്ചപ്പോ പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, PPE കിറ്റുകൾ ധരിക്കുക അല്ലെ, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് PPE കിറ്റുകൾ ധരിക്കുക, ഒരു പേഷ്യന്റിനെ തൊടുന്നതിന് മുമ്പും അല്ലെ അവരുമായി കോണ്ടാക്ട് പുലർത്തിയതിനു ശേഷം ഹാൻഡ് ഹൈജീൻ ചെയ്യുക, ഓർമ്മയുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നടപ്പിലാക്കാതെ, അത് അഡയറൻസ് ചെയ്യാതെ അല്ലെ, നടപ്പിലാക്കാതെ എത്ര സ്റ്റാഫുകള് ഡയഗ്നോസ്റ്റിക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് percentage of medication charts with error prone abbreviations അല്ലെ. നമ്മ എന്ത് ചെയ്യാറുണ്ട്? അബ്രിവേഷൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ പാരസെറ്റാമോളിന് PCM എന്ന് എഴുതും. എന്താണ് പാരസെറ്റാമോൾ അല്ലെ, ചെറുതാക്കി ഷോർട്ടാക്കി PCM എന്ന് എഴുതും. അപ്പൊ അങ്ങനെ നമ്മ മരുന്നുകളുടെ ആ ഒരു ചാർട്ട് തയ്യാറാക്കുന്ന സമയത്ത് അബ്രിവേഷൻസ് ഉപയോഗിക്കുന്നതിൽ എത്ര വ്യത്യാസങ്ങൾ അല്ലെ, എറേഴ്സ് സംഭവിക്കുന്നുണ്ട്, ഓക്കെ ആണോ? അപ്പൊ ഇപ്പൊ നമ്മ പറയുന്നത് ഫുൾ നെഗറ്റീവ് ആണല്ലേ പറയുന്നത്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നെഗറ്റീവ് അല്ലേ, ആണോ? അപ്പൊ ഇങ്ങനെയൊന്നും ഈ ഒരു നെഗറ്റീവുകളൊന്നും വരാതെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? പ്രവർത്തനങ്ങൾ വരണം അല്ലെ, എന്നാ മാത്രമാണ് അവിടെ അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ അല്ലെ, ആണോ? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങളെ എത്രത്തോളം നല്ല രീതിയിൽ ബെറ്ററായി അവർ ചെയ്തു എന്ന് മെഷർ ചെയ്യുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങളാണ് പറയുന്നത്, ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് percentage of inpatient developing unfavorable drug reactions അല്ലെ. നമ്മുടെ ഇൻപേഷ്യൻസിൽ നമ്മ അവർക്ക് മരുന്നുകൾ കൊടുത്തിട്ട് അൺഫേവറബിൾ ആയിട്ട് അല്ലെ എത്ര ഡ്രഗ് റിയാക്ഷൻസ് സംഭവിക്കുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ അവർക്ക് വൊമിറ്റിങ് വരാം, അല്ലെങ്കിൽ വേറെ അവർക്ക് എന്തെങ്കിലും എന്താണ് ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം അല്ലെ, പ്രോബ്ലംസ് വരാം. അപ്പൊ അങ്ങനെ എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT അല്ലെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ഇപ്പൊ ഒരു പേഷ്യന്റിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, അവരെന്ത് ചെയ്തു? തിരിച്ചു വിട്ടു അല്ലെ, വീട്ടിലേക്ക് തിരിച്ചു വിട്ടതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള പെയിന് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് അവർ പ്ലാൻ ചെയ്യാതെ അവർ വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരേണ്ടി വരുന്ന എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ഓക്കെ ആണോ? അപ്പൊ എന്താണ്, ചിലപ്പോ ആ ഒരു പ്രൊസീജിയർ കൊണ്ടുള്ള പ്രശ്നങ്ങളാവാം അല്ലെ, ശരിയായ രീതിയിൽ ആ പ്രൊസീജിയർ ആ ഒരു ഓപ്പറേഷൻ ചെയ്യാത്തത് കൊണ്ടാകാം. അതല്ലെങ്കിൽ നമ്മ ന്യൂസിലൊക്കെ കാണാറുണ്ട് അല്ലെ, കത്രിക മറന്നു വെച്ചു, അല്ലെങ്കിൽ കോട്ടൺസ് മറന്നു വെച്ചു അല്ലെ, അല്ലെങ്കിൽ സൈറ്റ് മാറിപ്പോയി, സർജറി ചെയ്യേണ്ട സൈറ്റ് മാറിപ്പോയി, റോങ് സർജറി ചെയ്തു എന്നൊക്കെ കേൾക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടോട് കൂടി അല്ലെ, ആ ഒരു പ്രശ്നം കൊണ്ട് ആ ഒരു പേഷ്യന്റ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയതിനു ശേഷം ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ അവർ പ്ലാൻ ചെയ്യാതെ വീണ്ടും
വരേണ്ടി വന്ന എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെടാന്ന് പറയും. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു പേഷ്യന്റിന് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മ പറഞ്ഞു അല്ലെ, എന്താണ് നമ്മുടെ ഫാർമസി സ്റ്റോറിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, മരുന്നുകൾ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കി എടുത്തു വെക്കും അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ്, ആ ഒരു കൗണ്ടറിൽ ഇരിക്കുന്ന ചീഫ് ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും, ആ പ്രിസ്ക്രിപ്ഷൻ ചീട്ടും ഈ മറ്റു സ്റ്റോറിലുള്ള ഫാർമസിസ്റ്റ് എടുത്തു വെച്ച മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ. അതിനുശേഷമാണ് അല്ലെ മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ, ആണല്ലേ, വിതരണം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു സ്റ്റോറിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റുകൾ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കിങ്ങാട്ട് എടുത്തു വെച്ച മരുന്നുകൾ മാറിപ്പോവാം. അതിനുശേഷം നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ചെക്ക് ചെയ്യുന്ന, ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ മനസ്സിലാക്കിയിട്ട് നമുക്ക് ശരിയായ മരുന്നുകൾ തരാം. അപ്പൊ അങ്ങനെ എന്താണ്, ആ മരുന്നുകൾ നമുക്ക് തരികയാണെങ്കിൽ എന്താണ്, പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ലെ, ആണോ? അപ്പൊ അങ്ങനെ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർക്ക് സർജറി ചെയ്യുന്ന ആ ഒരു സൈറ്റ് മാറിപ്പോകാം. ആ സർജറി ചെയ്യുന്ന പ്രൊസീജിയറിൽ സർജറിക്ക് മുമ്പ് അവിടെ ഡോക്ടറുടെ ഒപ്പം നിൽക്കുന്ന നേഴ്സോ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുന്ന ആ ഒരു ഡോക്ടർ മനസ്സിലാക്കിയിട്ട് ഡോക്ടർക്ക് തിരുത്തി കൊടുക്കാണ്. അപ്പൊ അതെന്താണ്, നിയർ മിസ്സസ് ആണ് അല്ലെ. ചിലപ്പോ അങ്ങനെ ആ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു പേഷ്യന്റ് ചിലപ്പോ ഫിസിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം അല്ലെ, പ്രോബ്ലംസ് വരാം, ആണോ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണോ? അത് പേഷ്യന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പേഷ്യന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വലിയൊരു പ്രശ്നമാവും അല്ലെ, ഹോസ്പിറ്റലിനെതിരെയുള്ള വലിയൊരു പ്രശ്നമാവും അല്ലെ, ആണോ? അവര് കംപ്ലൈന്റ് ഒക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എത്ര കേസുകൾ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ അല്ലെ. എന്താണ്, നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ഇംപെർഫെക്റ്റ് ആയിട്ട് അല്ലെ, അപൂർണമായിട്ട്, പൂർണ്ണമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ശരിയായിട്ടുള്ള സമ്മതത്തോടെ അല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. എന്താണ്, നമ്മുടെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ എന്താണ്, പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസ്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയഗ്നോസിസ്, അവർക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ എല്ലാം ഉൾപ്പെടുത്തണോ? അപ്പൊ അങ്ങനെ ഇംപെർഫെക്റ്റ് അല്ലാത്ത, അപൂർണമല്ലാത്ത, അവരെല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടാണ് അല്ലെ റെക്കോർഡ് തയ്യാറാക്കുന്നത്. അപ്പൊ അവരിൽ നിന്ന് സമ്മതം വാങ്ങിക്കാറുണ്ടോ പേഷ്യൻസിൽ നിന്ന് അല്ലേ? അവരുടെ ട്രീറ്റ്മെന്റുകൾ എഴുതണം അല്ലേ, അവരെ സോഷ്യൽ ഡാറ്റാസ് കളക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്യണം, അവരുടെ ആരോഗ്യ വിവരങ്ങൾ എഴുതണം അല്ലെ. അപ്പൊ അങ്ങനെ പ്രോപ്പർ കൺസേൺഡുകൾ അല്ലാതെ അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ട്, അപൂർണമായിട്ട് എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അല്ലെ. എന്താണ്, നമ്മ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഡോണറും റെസിപ്പിയന്റ് ആവശ്യമാണ് അല്ലെ, ആണോ? അപ്പൊ നമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോണറിന്റെ, കൊടുക്കുന്നയാളുടെ ബ്ലഡ് പരിശോധിക്കാറൊക്കെ ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇൻഫെക്ഷൻസ് ഉണ്ടോ അല്ലെ? അല്ലെങ്കിൽ എന്ത് പറ്റും, ആ ഒരു ഡോണർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് റെസിപ്പിയന്റിനും പകരില്ലേ. അപ്പൊ ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെ, ആരോഗ്യ പ്രോബ്ലംസ്, റിയാക്ഷൻ, നമ്മുടെ റെസിപ്പിയൻസിന് എന്തെങ്കിലും റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് കേസസ് who received a suitable prophylactic antibiotics within the specific time frame അല്ലെ. നമുക്കറിയാം, നമുക്ക് ആന്റിബയോട്ടിക്സുകൾ തരാറുണ്ട് അല്ലെ. അതെങ്ങനെയാണ്, നമുക്ക് തോന്നിയ പോലെയാണ് അവർ തരുന്നത്
അതിനൊരു കറക്റ്റ് ടൈം ഫ്രെയിം ഉണ്ട് അല്ലെ? 3 ദിവസം, 5 ദിവസം, അല്ലെങ്കിൽ ഒരു 7 ദിവസം അല്ലെ? ആ ഒരു കറക്റ്റ് സമയത്ത് തരണം അല്ലെ? ആ ഒരു കറക്റ്റ് ടൈം പീരീഡ് തരണേ വേണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രൊഫിലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ ആ ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ പേഷ്യൻസിന് സ്വീകരിച്ചിട്ടുണ്ടോ, പേഷ്യൻസിന് നൽകിയിട്ടുണ്ടോ, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് സർജറീസ് where organization procedure to prevent hostile events like wrong site, wrong patient and wrong surgery have been othered. എന്താണ് നമ്മുടെ ആ ഒരു സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്റ്റൽ ഇവന്റ്സ് അല്ലെ? അവർക്ക് അനുയോജ്യമല്ലാത്ത, അവർക്ക് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള, ഹോസ്പിറ്റലിന് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള എത്ര ഇവന്റ്സുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ്? റോങ് സൈറ്റ് ചെയ്യുക അല്ലെ? സർജറി ചെയ്യേണ്ട ആ ഒരു സൈറ്റ് മാറിപ്പോ കാലിന് ചെയ്യേണ്ടടുത്ത് കൈയിന് ചെയ്യുക, അല്ലെങ്കിൽ റോങ് പേഷ്യന്റിൽ അല്ലെ പേഷ്യന്റ് മാറിപ്പോവുക, അല്ലെങ്കിൽ റോങ് സർജറി ചെയ്യുക അല്ലെ? എന്താണ്? അപ്പൻഡിക്സിന്റെ സർജറി ചെയ്യേണ്ടടുത്ത് വേറെ എന്തെങ്കിലും സർജറി ചെയ്യുക അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റോങ് സർജറി ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എട്ടെണ്ണം നടന്നിട്ടുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് മെഡിക്കേഷൻ എറർ അല്ലെ? മരുന്നുകൾ കൊടുക്കുന്നതിൽ തെറ്റുകൾ അല്ലെ? ഇപ്പൊ ഫാർമസിയിൽ നിന്ന് രോഗികൾക്ക് മരുന്നുകൾ കൊടുക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുന്നതായിക്കോട്ടെ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മെഡിക്കേഷൻ എറേഴ്സ് എത്രയെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. എന്താണ്? നമ്മൾക്ക് ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ സർജറി ചെയ്തതിനു ശേഷം ആ ഒരു സൈറ്റിൽ പേഷ്യൻസിന് എന്ത് വരാം? ഇൻഫെക്ഷൻസ് വരാം അല്ലെ? ചിലപ്പോ ശരിയായ രീതിയിൽ ചെയ്യാണ്ടാവാം, അല്ലെങ്കിൽ ഹൈജീനിക് അല്ലാത്ത രീതിയിൽ ചെയ്തിട്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എത്രയെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ ICU അല്ലെ? നമ്മുടെ ICUല് ഉള്ള പേഷ്യൻസിന് എത്ര ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് റേഷ്യോ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് റിട്ടേൺ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. എന്ന് വെച്ചാല് ഒരു ഹോസ്പിറ്റലില് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, അവർക്കുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു, അവരെ പറഞ്ഞയച്ചു. വീണ്ടും 72 മണിക്കൂർ, അതായത് 3 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ, 72 മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ ആ സെയിം പ്രോബ്ലം ആയിട്ട് വീണ്ടും അവരെ ആ ഒരു സെക്ഷനിലേക്ക്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്ന കേസുകൾ എത്രയെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു പേഷ്യൻസിന് എന്താണ്? വയറുവേദന, അസഹ്യമായിട്ടുള്ള വയറുവേദനയായിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് ആവശ്യമായുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് അവർ സ്റ്റേബിൾ ആയതിനു ശേഷം എന്ത് ചെയ്ത് അവരെ പറഞ്ഞയച്ചു അല്ലെ? ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയച്ചു. വീണ്ടും 72 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ അവർ വീണ്ടും ആ ഒരു സെയിം പ്രോബ്ലം വീണ്ടും അബ്ഡോമിൻ പെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന സാഹചര്യം എത്രയെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പൊ എന്തായിരിക്കും? ശരിയായ രീതിയിൽ പരിശോധിക്കാതായിരിക്കും അല്ലെ അവരെ വീണ്ടും കൊണ്ടുവരേണ്ടി വരുന്നത് അല്ലെ? മിസ് ഒരു എക്സാമ്പിൾ പറയാം. മിസ്സിന്റെ മോന് വയറുവേദന, ഭയങ്കര വയറുവേദനയാണ്. എന്നിട്ട് ഡോക്ടറിന് 2 തവണ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോ പറഞ്ഞു കുഴപ്പമില്ല, എന്താണ് ഗ്യാസ് കയറിയിട്ടാണെന്ന് പറഞ്ഞു. 1 തവണ ഇഞ്ചക്ഷൻ എടുത്തു, 2ാമത്തെ തവണ കൊണ്ടുവന്നപ്പോ അവര് മരുന്നൊന്ന് പറഞ്ഞേച്ചു. പിറ്റേന്നും കൊച്ചിന് ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പൊ ഞങ്ങൾ വേറെ ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു ഇപ്പൊ തന്നെ മെഡിക്കൽ കോളേജിലേക്കോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ, കൊച്ചിന് അപ്പൻഡിക്സിന്റെ ആണോ എന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോ അപ്പൻഡിക്സിന്റെ ആണ്. കൊണ്ടുചെന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് സർജറി കഴിഞ്ഞു. അപ്പൊ എന്താണ്? അവർ ശരിയായ രീതിയിൽ നോക്കാണ്ടാണ് അല്ലെ? ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായത്. അപ്പൊ അതേപോലെയുള്ള കേസുകൾ എത്രയെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ ഇത്? നെക്സ്റ്റ് പറയുന്നത് catheter related urinary tract infection rate അല്ലെ? എന്താണ്? നമ്മുടെ യൂറിനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലാഡറിന് ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്? യൂറിൻ പോകുന്നതിന് വേണ്ടി കത്തീറ്റേഴ്സ് ഇടാറുണ്ട് അല്ലെ? യൂറിൻ ബാഗ് ഇടാറുണ്ട് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എത്രയെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് വെന്റിലേറ്റർ റിലേറ്റഡ് നിമോണിയ റേറ്റ് അല്ലെ? നമ്മുടെ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിൽ എത്ര പേർക്ക് നിമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം
ഇൻഫെക്ഷൻസ് അല്ലെ. എന്താണ് നമ്മുടെ ബ്ലഡിന്റെ നമ്മുടെ വെയിനിലേക്ക് നേരിട്ട് എന്താണ് മരുന്നുകൾ കയറ്റുക, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് കയറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് വേണ്ടി ബ്ലഡ് എടുക്കുന്ന സമയത്ത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? നമ്മുടെ നമ്മുടെ വെയിനിലേക്ക് നേരിട്ട് ഫ്ലൂയിഡുകൾ കയറ്റുക, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മരുന്നുകൾ കയറ്റുക, അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് ഇൻഫെക്ഷൻസ്, ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? എന്തുകൊണ്ടാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? റോങ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് കൊണ്ടാകാം അല്ലെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉപയോഗിച്ച് സിറിഞ്ച് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ഹൈജീനിക് അല്ലാത്ത രീതിയിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അല്ലെ. ആണോ? ചിന്തിക്കേ. ആണ് അല്ലെ. അപ്പൊ അങ്ങനെ എത്ര ബ്ലഡ് സ്ട്രീം ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് അല്ലെ. നമ്മ പറഞ്ഞു എന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് അല്ലെ. ഹാൻഡ് ഹൈജീൻ ചെയ്യാന്നുള്ളത് ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പ് ശേഷം ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ഹാൻഡ് ഹൈജീൻ ചെയ്യാം അല്ലെ. അപ്പൊ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് ഹൈജീൻ അല്ലാതെ എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി അല്ലെ. എന്താണ് നമുക്ക് എന്താണ് ചിലപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സർജറിക്ക് ഡേറ്റ് തരാം അല്ലെ, അടുത്ത ആഴ്ച വാ, അപ്പൊ നമുക്ക് ഇന്ന ദിവസം വന്നിട്ട് നമുക്ക് സർജറി ചെയ്യാന്ന് പറഞ്ഞ് വിടാറുണ്ട്. അവര് എന്താണ് ആ ദിവസം ചെല്ലുമ്പോൾ വീണ്ടും ആ ഒരു സർജറിയുടെ ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്യുന്ന എത്ര കേസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് ചെല്ലുന്ന സമയത്ത് പറയാണ് എന്താണ് ഒരു 20-ാം തീയതി ആവുമ്പോഴേക്കും 20-ാം തീയതി രാവിലെ വന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് വിട്ടു. 20-ാം തീയതി ചെല്ലുന്ന സമയത്ത് പറയാണ് ഇന്ന് പറ്റില്ല, ഡോക്ടർ ലീവാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് വീക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് പ്രശ്നമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റീഷെഡ്യൂളിംഗ് സർജറീസ് എത്ര എണ്ണം ആ ഒരു ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ് അല്ലെ. എന്താണ് ടേൺ അറൗണ്ട് ടൈം? നമ്മൾ ലബോറട്ടറിയിൽ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്താണ് നമ്മ ബ്ലഡ് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ യൂറിൻ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെല്ലോ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റിന് കൊടുത്തിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടാൻ എടുക്കുന്ന ആ ഒരു സമയം, ആ ടൈം പീരീഡ് തന്നെയാണ് അല്ലെ നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് അല്ലെ. ആണോ? ആണ്. അപ്പൊ ആ ഒരു ബ്ലഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു കമ്പോണൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടേൺ അറൗണ്ട് ടൈമുമായി ബന്ധപ്പെട്ട് എത്ര ഇഷ്യൂസ് അല്ലെ, എത്ര കംപ്ലൈന്റ്സുകൾ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ് അല്ലെ. നമ്മുടെ നഴ്സിന്റെ പേഷ്യന്റിന്റെ റേഷ്യോ ഉണ്ട് അല്ലെ. ICUലും വാർഡിലും ICU 1:1 or 1:2 അല്ലെ. ആണോ? അതേപോലെ വാർഡിലുണ്ട്. അപ്പൊ അതില് വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ അല്ലെ. നമ്മുടെ OPയില് ഡോക്ടറെ കാണുന്നതിന് വേണ്ടി നമ്മൾ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ആ ഒരു വെയിറ്റിംഗ് അവേഴ്സ്, വെയിറ്റിംഗ് ടൈം നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക് അല്ലെ. നമ്മുടെ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഡയഗ്നോസ്റ്റിക് ചെയ്യുന്ന ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളുടെ റിസൾട്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എത്ര സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? നെക്സ്റ്റ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് അല്ലെ. എന്താണ് നമ്മുടെ എമർജൻസി മെഡിക്കേഷൻസ് സ്റ്റോക്ക് ഔട്ട് ആയി പോകാൻ പാടുണ്ടോ? തീർന്നു പോകാൻ പാടുണ്ടോ? പാടില്ല അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അതിന്റെ ആ ഒരു സ്റ്റോക്ക് നിലനിർത്തണം അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അപ്പൊ ആ ഒരു എന്താണ് എമർജൻസി മെഡിക്കേഷൻസുകൾ തീർന്നു പോകുന്ന എത്ര സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്?
അതിന്റെ പെർസെന്റേജ് നോക്കുന്നു, റേറ്റ് നോക്കുന്നു. നെക്സ്റ്റ് പേഷ്യന്റ് ഫോൾ റേറ്റ് എന്താണ്? എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിന് വീഴ്ച സംഭവിക്കാം. എന്തെങ്കിലും എക്യുപ്മെന്റുമ്പോൾ തട്ടി വീഴാ, അല്ലെങ്കിൽ ബെഡിന്റെ കാലുമ തട്ടി വീഴാ, അല്ലെ? അപ്പൊ അല്ലെങ്കിൽ ബാത്റൂമിൽ തെന്നി വീഴാ. അപ്പൊ അങ്ങനെയുള്ള ഫോൾ റേറ്റുകൾ, പേഷ്യൻസ് ഫോൾ റേറ്റ് എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് ഒരു തവണ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, തുണി അലക്കാനിട്ടിട്ട് അതെടുക്കാൻ പോകുന്ന സന്ദർഭത്തില് തെന്നി വീണത് വായിച്ചിട്ടുണ്ടായോ? ഹോസ്പിറ്റലിന്റെ മുകളിൽ നിന്ന് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഫോള് പേഷ്യൻസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, അല്ലെ? എന്താണ്? നമ്മുടെ ഔട്ട് പേഷ്യന്റിലോ അല്ലെങ്കിൽ ഇൻ പേഷ്യന്റിലോ അല്ലെങ്കിൽ വാർഡില്, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സെക്ഷനില് ആ ഒരു ബ്ലഡ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സുകൾ കൊടുക്കുന്ന സമയത്തോ ആ ഒരു നീഡിലുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് എന്താണ് ഇഞ്ചുറീസ്, അല്ലെ, പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് suitable handover during shift change. എന്താണ്? നമ്മള് ഓരോ സമയവും എന്താണ് പേഷ്യൻസും സ്റ്റാഫുകൾ മാറുന്നതിനനുസരിച്ച് പേഷ്യൻസിന്റെ വിവരങ്ങൾ കൈമാറണം, അല്ലെ? ഡോക്ടേഴ്സിന് കൈമാറണം, നഴ്സുമാർക്ക് കൈമാറണം, വേണോ? ഡേല നഴ്സുമാര് വൈകിട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? പേഷ്യൻസിന് ഏതൊക്കെ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അല്ലെ? അതൊക്കെ നെക്സ്റ്റ് ഷിഫ്റ്റിൽ കയറുന്ന നഴ്സുമാരോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള സൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് നടക്കാത്ത എത്ര സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്? ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്തത് ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ഈ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് സെക്ഷനിലും. അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് പറഞ്ഞിരിക്കുകയാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.